ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ തിരുവചനം യോഹന്നാൻ 16:21. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്നേഹമുള്ളവരെ, ഈ വചനത്തോട് കൂട്ടി വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാണ്: സ്വാർത്ഥതയുടെ പുറന്തോടുകൾ പൊട്ടിച്ച് എൻ്റെ ദുഃഖം ഞാൻ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാവുമ്പോഴാണ് യഥാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കുന്നത്. നിലവിളിക്കാൻ കഴിയാത്തവരുടെ നിലവിളിയായിത്തീരുന്നവർ. ഒരുവൻ താനാണ് ഏറ്റവും വലിയ ദുഃഖിതനെന്ന് ചിന്തിച്ച് നടക്കുമ്പോൾ ചുറ്റുമെന്ന് കണ്ണോടിക്കുമ്പോൾ അവൻ മനസ്സിലാകുന്നു, എന്നേക്കാൾ വേദനിക്കുന്നവരാണ് എനിക്ക് ചുറ്റുമെന്ന്. ആ തിരിച്ചറിവുണ്ടാകുന്ന ആ നിമിഷം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആരംഭം കുറിക്കുകയായി. സ്നേഹിതരെ, ഇവിടെയാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ, അവരുടെ നന്ദികളും സ്തുതികളും ദൈവസന്നിധിയിലെത്തുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച നമ്മളെയും തമ്പുരാൻ അനുഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചറിയണമെന്ന് മാത്രം. വചനം എപ്പോഴും പ്രത്യാശയുടെ വാതിൽ തുറക്കാറുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ജോബിൻ്റെ പരിതാപകരമായ അവസ്ഥയിലും അവൻ അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അത് കേൾക്കുന്നുണ്ട്. ജോബിൻ്റെ നഷ്ടപ്പെട്ടതിനേക്കാൾ 10 ഇരട്ടിയായി 100 ഇരട്ടിയായി ദൈവം അവനെ അനുഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, ഇന്ന് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് വചനത്തിൻ്റെ അഭിഷേകം എല്ലാവരിലേക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.